എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ PSC എക്സാംസിന് വേണ്ട കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ കേരള ഹിസ്റ്ററി പാർട്ട് 1 പാർട്ട് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ യൂറോപ്യന്മാരുടെ ആഗമനം, തിരുവിതാംകൂർ രാജാക്കന്മാർ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇമേജ് ഉൾപ്പെടുത്തുന്നില്ല. ഇമേജ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഉദയം പേരൂർ സുഹന്നദോസ് നോക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളതാക്കി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനത്തെയാണ് ഉദയം പേരൂർ സുഹന്നദോസ് എന്നറിയപ്പെടുന്നത്. നടക്കുന്നത് AD 1599 ജൂൺ 20 മുതൽ 26 വരെയാണ്. ഇതിലാകെ 813 പേരാണ് പങ്കെടുക്കുന്നത്. 133 കത്തനാർമാർ, 20 ഡീക്കന്മാർ, 660 സാധാരണക്കാർ. ഉദയം പേരൂർ സുഹന്നദോസിന്റെ അധ്യക്ഷത വഹിക്കുന്നത് അലക്സിസ് ഡി മെനസിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്തത് കൂനൻ കുരിശ് പ്രതിജ്ഞയെ പറ്റി നോക്കാം. സുഹന്നദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിനു മുമ്പിൽ അവർ സമരം അല്ലെങ്കിൽ സമ്മേളിച്ചുകൊണ്ട് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായ സംഭവം ഏതെന്ന് ചോദിച്ചാൽ, ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്നൊരു പ്രചാരണമാണ് ഈ കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രോപോലിത്തായി അഭിഷേകം ചെയ്തത് ആരെയാണ്? ആർച്ച് ഡീക്കൻ തോമസ് ആണ്. മാർത്തോമ ഫസ്റ്റ് എന്നറിയപ്പെടുന്ന ആർച്ച് ഡീക്കൻ തോമസിനെ. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. അടുത്ത് നമുക്ക് CMIയെ പറ്റി നോക്കാം. ഇപ്പോൾ CMI എന്ന് വെച്ചാൽ കാർമലറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇത് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. 1831 മെയ് 11 മാന്നാനം കോട്ടയത്താണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് ഈ CMI ആണ്. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികളായിരുന്നത് പാലക്കൽ തോമ മാൽപ്പൻ, പോരുകര തോമസ് അച്ഛൻ എന്നിവരായിരുന്നു. CMIയുടെ ആദ്യ സുപ്പീരിയർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആയിരുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ, അതായത് CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് 1866 അമലോത്സവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അടുത്തത് ചാന്നാർ ലഹള നോക്കാം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള നടക്കുന്നത്. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ ചാന്നാർ ലഹളയാണ് ഉത്തരം. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 1859 ജൂലൈ 26 മറക്കരുത്, വർഷം 1859 ജൂലൈ 26 കേട്ടോ. ഇനി ഈ ഭാഗത്ത് നിന്ന് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നത്. ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അടുത്തത് നമുക്ക് മലയാളി മെമ്മോറിയൽ നോക്കാം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം. അപ്പോൾ എത്ര പേരാണ് ഒപ്പിടുന്നത്? 10,028 പേർ ഒപ്പിടുന്ന
ഒരു നിവേദനം 1891 ജനുവരി 1 വർഷം 1891 ജനുവരി 1 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു. അപ്പോൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ശ്രീമൂലം തിരുനാളിന് 1891 ജനുവരി 1 1028 പേർ ഒപ്പിട്ട നിവേദനമാണ് സമർപ്പിക്കുന്നത്. ഇതിനെയാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അപ്പം മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉന്നത ജോലിയിൽ തദ്ദേശീയർക്ക് നൽകുക, അല്ലെങ്കിൽ ഉന്നത ജോലി തദ്ദേശീയർക്ക് ദേശനിവാസികൾക്ക് തദ്ദേശീയർക്ക് ഉന്നത ജോലി നൽകുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവയ്ക്കുന്ന വ്യക്തി KP ശങ്കരമേനോനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവയ്ക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ KP ശങ്കരമേനോനാണ്. ഇനി മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവയ്ക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ആദ്യം ഒപ്പുവയ്ക്കുന്നത് KP ശങ്കരമേനോൻ,